ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ ലൂക്കോസ് എബ്രായരിൽ എഴുതപ്പെട്ട കർത്താവിന്റെ വിശ്വാസവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ തിരുവചനം. ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന് നല്ലത് അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടിത്തൂക്കി സമുദ്രത്തിൽ എറിയപ്പെടുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ നീ ആരുടെയും ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത്. അനേകരെ ദൈവത്തിലേക്ക് ചേർക്കുന്നവനായി മാറണം. നീ ഒരിക്കലും ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നവനാകരുത്. വിശ്വാസത്തിൽ തളർന്നു പോയവനെ എഴുന്നേൽപ്പിച്ച് വിശ്വാസത്തിൽ ഉണർത്തുന്നവനായി തീരണം. നീ ഒരിക്കലും വിശ്വാസ തളർച്ചയ്ക്ക് നീ കാരണമായി തീരരുത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും അനേകരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. അനേകര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ അനേകരുടെ റോൾ മോഡലായി ഒരുപക്ഷെ ഞാനും നിങ്ങളും മാറ്റപ്പെട്ടേക്കാം. നമ്മുടെ ഓരോ പ്രവൃത്തികൾ അത് നീതിയുക്തമല്ലാതായി തീരുമ്പോൾ, സത്യസന്ധമല്ലാതായി തീരുമ്പോൾ, വിശുദ്ധിയില്ലാത്തതായി തീരുമ്പോൾ അനേകരെ പാപത്തിലേക്ക് നയിക്കുവാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാം. നമ്മുടെ ഓരോ വാക്ക്, ഓരോ പ്രവൃത്തികൾ അത് ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ, ഒരുപക്ഷെ അറിയാതെ പറഞ്ഞ പല വാക്കുകൾ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഒരു തമാശയായി പറയുന്ന വാക്കുകൾ പോലും അനേകരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അനേകരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ ഞാനും നിങ്ങളും കണക്ക് കൊടുക്കണം. നമ്മൾ തമാശയ്ക്കായി ചെയ്യുന്ന പല കാര്യങ്ങളും അനേകരുടെ ജീവിതത്തിൽ അത് മുറിവായി വിശ്വാസത്തിൽ നിന്ന്, ദൈവഭക്തിയിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുകയാണ്, ഒരാൾക്ക് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെടുക എന്നതാണ്. ഇതിന്റെ അർത്ഥം ഇതാ, മറ്റൊരാൾക്ക് നാശത്തിലേക്ക് നയിക്കുന്നതിനേക്കാൾ നല്ലത് നീ മരണപ്പെടുന്നതാണ്. കാരണം നീ അത്രമാത്രം ഭീകരമാണ് പാപത്തിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ആരെയും പാപത്തിലേക്ക് നയിക്കുവാൻ നീ കാരണമായി തീരരുത്. ആർക്കും ഇടർച്ചയ്ക്ക് നീ കാരണമായി തീരരുത്. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.